ഒരു കാരണവശാൽ പറയാൻ പാടില്ലാത്ത സ്വന്തം അനുഭവത്തിലൊന്ന് വരട്ടെ, സമ്മതിക്കുമോ ഇവർ സമ്മതിക്കുമോ? സ്വന്തം അനുഭവത്തിൽ ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടായാൽ, ഈ പറയുന്ന വ്യക്തികളുടെ അനുഭവത്തിൽ ഈ പ്രശ്നം ഉണ്ടായാൽ സമ്മതിക്കുമോ? അതിനനുവദിക്കുമോ? എന്തായിരിക്കും ഇവിടുത്തെ സ്ഥിതി? അപ്പോൾ സാധാരണക്കാരോട് അല്ലെങ്കിൽ അങ്ങനെ പ്രൊസീജിയേഴ്സിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല, അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല. അത് ഗുരുതരമായ സ്വന്തം ചെയ്ത തൊഴിലിനോടും ചെയ്യുന്ന പ്രവൃത്തിയോടുമുള്ള ഒരു അനാദരവും അല്ലെങ്കിൽ അതിൽ എത്ര നിസ്സാരമായിട്ടുള്ള ഉത്തരവാദിത്തമില്ലാത്ത സമീപനമാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു വിഷയമായതുകൊണ്ട് നമുക്ക് ഇതിൽ പോലീസിൻ്റെ അല്ലെങ്കിൽ തന്നെ കേസിലേക്ക് ഇത് പോകും. അതുകൊണ്ട് ഇന്നത്തെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അത് നൽകപ്പെടും. ഒരു കാര്യം കൂടി, ഒരു മെഡിക്കൽ ബോർഡ് കൂടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കാരണം ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഇതിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആയതുകൊണ്ടും ഒരു മെഡിക്കൽ ബോർഡ് സർക്കാർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മെഡിക്കൽ ബോർഡിൻ്റെ കൂടി സാന്നിധ്യത്തിൽ ആയിരിക്കും മറ്റ് നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ അതിൻ്റെ മറ്റ് സർജറി ഉൾപ്പെടെ അത് സ്വകാര്യ ആശുപത്രിക്ക് അത് സംബന്ധിച്ചിട്ടുള്ള കത്ത് നൽകും. ACS കത്ത് നൽകും.